السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الصلاة والسلام على رسوله الأمين وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ഏറെ ആദരണീയരായ സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആമുഖമായി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത് ഏറ്റവും നല്ല ഘടനയിലാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല മറ്റുള്ള സകല സൃഷ്ടികളെക്കാളും മനുഷ്യനെ ആദരിച്ചിട്ടുണ്ട്, ബഹുമാനിച്ചിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ ഉപജീവനമായി നിശ്ചയിച്ചിട്ടുള്ളത് ഏറ്റവും ത്വയ്യിബായിട്ടുള്ള വിശിഷ്ടമായിട്ടുള്ളതാണ്. അതേപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് വേണ്ടി സംവിധാനിച്ച മതം അത് ഏറ്റവും കൃത്യവും വ്യക്തവുമായ മതമാണ്. പരിശുദ്ധ ദീനുൽ ഇസ്ലാമിലെ എല്ലാ കാര്യങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി നമുക്ക് വിശദീകരിച്ചു നൽകിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, വനസ്സൽനാ അലൈക്കൽ കിതാബ തിബിയാനൻ ലികുല്ലി ഷൈ. പ്രവാചകരെ, താങ്കൾക്ക് അവതരിപ്പിച്ച് നൽകിയിട്ടുള്ള ഈ വേദഗ്രന്ഥം എല്ലാ കാര്യങ്ങൾക്കുമുള്ള വിശദീകരണമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് പഠിപ്പിച്ചു നൽകുകയാണ്. സഹോദരങ്ങളെ, പരിശുദ്ധ ഇസ്ലാമിലെ എല്ലാ കാര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെയും നമുക്ക് അറിയിച്ച് നൽകിയിട്ടുണ്ട്. മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചൊരു ഹദീസിൽ പറഞ്ഞതുപോലെ, സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്നതും നരകത്തിൽ നിന്ന് നമ്മെ അകറ്റി നിർത്തുന്നതുമായ സകല കർമ്മങ്ങളെക്കുറിച്ചും മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു നൽകിയിട്ടുണ്ട്. എന്തെല്ലാം നിർവഹിക്കണം, എന്തിൽ നിന്നെല്ലാം വിട്ടു നിൽക്കണം, ഏതാണ് ഹറാം, ഏതാണ് ഹലാല്, ഇങ്ങനെ തുടങ്ങി സകലതും പരിശുദ്ധ ഇസ്ലാമിൽ നമുക്ക് വ്യക്തമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു നൽകിയിട്ടുണ്ട്. സഹോദരങ്ങളെ, പരിശുദ്ധ ഇസ്ലാമിൽ ചില അതിർവരമ്പുകളുണ്ട്, ചില ബൗണ്ടറികളുണ്ട്. ആ ബൗണ്ടറികൾ ഒരു കാരണവശാലും വിശ്വാസികളായ നാം ഓരോരുത്തരും ലംഘിക്കുവാൻ പാടുള്ളതല്ല. അതിനെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, തിൽക ഹുദൂദുല്ലാഹ്, അത് അല്ലാഹുവിൻ്റെ അതിർവരമ്പുകളാണ്. വമൻ യതഅദ്ദ ഹുദൂദല്ലാഹ്, ആരെങ്കിലും ആ ഒരു ബൗണ്ടറിയെ, ആ ഒരു അതിർവരമ്പുകളെ ഭേദിച്ചു കടന്നാൽ, മുറിച്ചു കടന്നാൽ, ഫഉലൈക ഹുമുദ്ദാലിമൂൻ, അക്കൂട്ടരാകുന്നു അക്രമികളായ വാലിമീങ്ങളെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അറിയിച്ചു നൽകുകയാണ്. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്ക് അനുവദിച്ചു കൊടുത്ത കാര്യമാണ് ധനം സമ്പാദിക്കുകയും ചിലവഴിക്കുകയും ചെയ്യുക എന്നുള്ളത്. എന്നാൽ ധനം സമ്പാദിക്കുന്നതിലും ചിലവഴിക്കുന്നതിലും പരിശുദ്ധ ഇസ്ലാം ചില നിയമങ്ങൾ നമുക്ക് പഠിപ്പിച്ചു നൽകിയിട്ടുണ്ട്, ചില മാർഗദർശനങ്ങൾ നമുക്ക് അറിയിച്ചു നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ധനം സമ്പാദിക്കുന്നതിലും ചിലവഴിക്കുന്നതിലും ചില അതിർവരമ്പുകൾ, ബൗണ്ടറികൾ നമുക്ക് നിശ്ചയിച്ചു നൽകിയിട്ടുണ്ട്. അത് കൃത്യമായി കൊണ്ട് വിശ്വാസികളായ നാം ഓരോരുത്തരും ശ്രദ്ധിക്കണം. എങ്ങനെ ധനം സമ്പാദിക്കണം, എങ്ങനെ ചിലവഴിക്കണം, ഏതെല്ലാം സമ്പാദ്യം, ഏതെല്ലാം സമ്പത്തിലേക്ക് നാം കടന്നു ചെല്ലരുത് എന്നുള്ളതിനെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് കൃത്യമായി കൊണ്ട് അറിയിച്ചു നൽകി. ഹലാലും ഹറാമും നോക്കാതെ സമ്പാദിക്കുക എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ശക്തമായ ഭാഷയിൽ നമ്മെ താക്കീത് ചെയ്തിട്ടുള്ളതാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറയുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനു കുലൂ മിൻ ത്വയ്യിബാതി മാ റസഖ്നാകും, നാം നിങ്ങൾക്ക് നൽകിയിട്ടുള്ള വിശിഷ്ടമായതിൽ നിന്നും,
ത്വയ്യിബായിട്ടുള്ളതിൽ നിന്നും നിങ്ങൾ ഉപജീവനം കണ്ടെത്തുക, നിങ്ങൾ ഭക്ഷിച്ചു കൊള്ളുക എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുമ്പോൾ സഹോദരങ്ങളെ, ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറഞ്ഞു, വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നാം സമ്പാദിക്കേണ്ടതും നാം ഭക്ഷിക്കേണ്ടതും അത് ത്വയ്യിബായിട്ടുള്ളതാകണം, ഹലാലായിട്ടുള്ളതാകണമെന്ന്. സഹോദരങ്ങളെ, ഇന്നത്തെ ഖുതുബയിൽ ഖതീബ് നമ്മോട് സൂചിപ്പിച്ചത് സമ്പാദ്യങ്ങളിൽ ചില ഹറാമായ സമ്പത്തുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് അറിയിച്ച് നൽകിയിട്ടുണ്ട്. പലിശ ഹറാമാണ്, ചൂതാട്ടം ഹറാമാണ്, ലോട്ടറിയിലൂടെ നമുക്ക് ലഭിക്കുന്ന സമ്പത്ത് ഹറാമാണ്, അന്യരെ വഞ്ചിച്ച് നാം തട്ടിയെടുക്കുന്ന സമ്പത്ത് അത് ഹറാമാണ്. അക്കൂട്ടത്തിൽ നിഷിദ്ധമായ ഹറാമായ സമ്പത്തുകളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഗൗരവത്തിൽ പറഞ്ഞ ഒരു സമ്പത്തിനെ കുറിച്ചാണ് ഖതീബ് നമ്മെ ഓർമ്മപ്പെടുത്തിയത്. പല ആളുകളും നിസാരമായി കാണുന്ന, പല ആളുകളും ലാഘവത്തോടു കൂടി സമീപിക്കുന്ന ഒരു സമ്പത്താണ് മുസ്ലിമീങ്ങളുടെ പൊതു സ്വത്ത് എന്നുള്ളത്. മുസ്ലിമീങ്ങളുടെ പൊതു ആവശ്യത്തിന് വേണ്ടി സ്വരൂപിക്കുന്ന സ്വത്ത് എന്നുള്ളത് അത് അകാരണമായി കൊണ്ട് നമുക്ക് എടുക്കുവാനോ നമുക്ക് തോന്നിയതുപോലെ ചെലവഴിക്കുവാനോ അതല്ലെങ്കിൽ നമ്മുടെ ആവശ്യത്തിന് വേണ്ടി കൊണ്ട് വിനിയോഗിക്കുവാനോ പാടില്ല എന്ന് പരിശുദ്ധ ഇസ്ലാം നമ്മെ കൃത്യമായി കൊണ്ട് പഠിപ്പിക്കുന്നുണ്ട്. അതിനെ സംരക്ഷിക്കണം. അത് എന്തിനു വേണ്ടിയിട്ടാണോ നമുക്ക് നൽകിയിട്ടുള്ളത് അതിനു വേണ്ടിക്കൊണ്ട് തന്നെ വിനിയോഗിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. സഹോദരങ്ങളെ, മുസ്ലിമീങ്ങളുടെ പൊതു ആവശ്യത്തിന് വേണ്ടി സ്വരൂപിച്ച സ്വത്ത് അതെങ്ങാനും അകാരണമായി കൊണ്ടാണ് നാം കൈകാര്യം ചെയ്യുന്നതെങ്കിൽ, അതല്ലെങ്കിൽ അത് കൃത്യമായ രൂപത്തിലല്ലാതെയാണ് നാം വിനിയോഗിക്കുന്നതെങ്കിൽ നാളെ അല്ലാഹുവിനോട് മറുപടി പറയേണ്ടി വരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞൊരു ഹദീസിൽ കാണാം, ഇന്ന റിജാലൻ യതഖവ്വലൂന ഫീ മാലില്ലാഹി ബിഗൈരി ഹഖ്ഖിൻ ഫലഹുമുൻ നാറു യൗമൽ ഖിയാമ. ചില ആളുകളുണ്ട്, ആ ആളുകളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിൻ്റെ ധനത്തെ, അല്ലാഹുവിൻ്റെ സമ്പത്തിനെ അവർ കൃത്യമായ രൂപത്തിലല്ല വിനിയോഗിച്ചിട്ടുള്ളത്, അത് ന്യായമായ രൂപത്തിലല്ല അവർ കൈകാര്യം ചെയ്തിട്ടുള്ളത്. ഫലഹുമുൻ നാറു യൗമൽ ഖിയാമ. അത്തരത്തിലുള്ള ആളുകൾക്ക് നാളെ ഖിയാമത്ത് നാളിൽ അവരുടെ സങ്കേതം നരകമായിരിക്കുമെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു നൽകി. ഈ ഹദീസിനെ വിശദീകരിക്കുന്നിടത്ത് മഹാനായ പണ്ഡിതൻ ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ല പറഞ്ഞു, യതസറഫൂന ഫീ മാലിൽ മുസ്ലിമീന ബിൽ ബാത്തിൽ. മുസ്ലിമീങ്ങളുടെ സമ്പത്തിനെ ബാത്തിലായ നിരർത്ഥകമായ രൂപത്തിൽ ചെലവഴിക്കുകയാണെങ്കിൽ അത് ഈ ഹദീസിൻ്റെ പരിധിയിൽ പെടുമെന്ന് ഇബ്നു ഹജർ റഹിമഹുല്ല നമുക്ക് പഠിപ്പിച്ചു നൽകി. അതുകൊണ്ട് സഹോദരങ്ങളെ, മുസ്ലിമീങ്ങളുടെ പൊതു ആവശ്യത്തിന് വേണ്ടി സ്വരൂപിക്കുന്ന പള്ളിയുടെ സമ്പത്താകട്ടെ, മദ്രസയുടെ സമ്പത്താകട്ടെ, മറ്റു സ്ഥാപനങ്ങളുടെ സമ്പത്താകട്ടെ, അത് കൃത്യമായ രൂപത്തിൽ വിനിയോഗിക്കുവാൻ നമുക്ക് സാധിക്കണം. എന്തിനു വേണ്ടിയിട്ടാണോ നൽകിയിട്ടുള്ളത് അതിനു വേണ്ടി, ഒരിക്കലും അതിര് കവിഞ്ഞ് ദൂർത്താകുന്ന രൂപത്തിൽ ഒരിക്കലും ചെലവഴിക്കുവാൻ പാടില്ല എന്നാണ് പരിശുദ്ധ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. ഫുഖഹാക്കൾ പൊതുസ്വത്തിനെ അവർ ഉപമിച്ചിട്ടുള്ളത്, പൊതുസ്വത്തിനെ അവർ പറഞ്ഞിട്ടുള്ളത് അത് യതീമുകളുടെ സ്വത്ത് പോലെയാണ്. യതീമുകളുടെ സ്വത്ത് ഏതൊരു മൻസിലത്തിലാണോ, ഏതൊരു ദറജയിലാണോ ഉള്ളത്, അതേ ദറജയിൽ തന്നെയാണ് മുസ്ലിമീങ്ങളുടെ പൊതുസ്വത്തുമുള്ളത് എന്നാണ്. നമുക്കറിയാം, യതീമുകളുടെ സ്വത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളരെ ഗൗരവമാണ്. യതീമുകളുടെ സ്വത്ത് കൈകാര്യം ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം വളരെ സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യേണ്ട ഒരു സ്വത്താണ് യതീമുകളുടെ സ്വത്ത്. വിശുദ്ധ ഖുർആനിൽ യതീമുകളുടെ സ്വത്തിനെ മോശമായ രൂപത്തിൽ, അതല്ലെങ്കിൽ തൻ്റെ ആവശ്യത്തിന് വേണ്ടി കൊണ്ട് ആരെങ്കിലും വിനിയോഗിക്കുകയാണെങ്കിൽ അത് വളരെ ഗുരുതരമായ പാപമാണ് എന്ന് അള്ളാഹു നമ്മെ അറിയിച്ചു നൽകിയിട്ടുണ്ട്. ഇന്നല്ലദീന യഅ്കുലൂന അംവാലൽ യതാമ ദുൽമൻ. അക്രമമായിക്കൊണ്ട് ആരെങ്കിലും, ദുൽമായിക്കൊണ്ട് ആരെങ്കിലും യതീമുകളുടെ സ്വത്തിനെ ഭക്ഷിക്കുന്നുണ്ടെങ്കിൽ ഇന്നമാ യഅ്കുലൂന ഫീ ബുതൂനിഹിം നാറ. അവരുടെ വയറ്റിൽ അവർ ഭക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് നരകത്തെയാണ്. വസയസ്ലൗന സഈറ. അവർ നരകാഗ്നിയിലേക്ക് പ്രവേശിക്കുന്നതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അറിയിച്ചു നൽകിയിട്ടുണ്ട്. ആ യതീമുകളുടെ സ്വത്തിനോടാണ് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ മുസ്ലിമീങ്ങളുടെ പൊതുസ്വത്തിനെ അവർ നമുക്ക് അറിയിച്ചു നൽകിയിട്ടുള്ളതെങ്കിൽ എത്ര ഗൗരവത്തോടെയാണ് സഹോദരങ്ങളെ പൊതുസ്വത്തിനെ നാം കൈകാര്യം ചെയ്യേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പൊതുസ്വത്ത് കൈകാര്യം ചെയ്യുമ്പോൾ
അതല്ലെങ്കിൽ മുസ്ലിമീങ്ങളുടെ സ്വത്ത് കൈകാര്യം ചെയ്യുമ്പോൾ ഏറ്റവും നല്ല സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യുവാനാണ് നമുക്ക് അറിയിച്ചു നൽകിയിട്ടുള്ളത്. ഒരിക്കലും മുസ്ലിമീങ്ങളുടെ പൊതു സ്വത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വ്യക്തിയുടെ സ്വത്തല്ല, അതല്ലെങ്കിൽ ഒരു കമ്മിറ്റിയുടെ സ്വത്തല്ല, ഒരു ട്രസ്റ്റിൻ്റെ സ്വത്തല്ല. ഒരു കമ്മിറ്റിയെയും ട്രസ്റ്റിനെയും ഒരു പള്ളിയോ മദ്രസയോ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതതിൻ്റെ സുഖകരമായ നടത്തിപ്പിന് വേണ്ടിയിട്ടാണ്. അതല്ലാതെ അതിലുള്ള പ്രസിഡൻറ്റും സെക്രട്ടറിമാരും ഇത് എൻ്റെ സ്വത്താണ് എന്നുള്ള രൂപത്തിൽ അതിനെ സമീപിക്കുവാനേ പാടില്ല. അത് അതിലെ സാമ്പത്തിക കണക്കുകൾ കൃത്യമായി കൊണ്ടിരിക്കണം. അതിലുള്ള ഓരോ സാമഗ്രികളും അത് മുസ്ലിമീങ്ങളുടെ പൊതു സ്വത്താണ് എന്നുള്ള രൂപത്തിലായിരിക്കണം അവർ അതിനെ കൈകാര്യം ചെയ്യേണ്ടത്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മനിസ്തഅമൽനാഹു മിൻകും അലാ അമലിൻ ഫകതംനാ മഖീതൻ ഫമാ ഫൗഖഹു. നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു വ്യക്തിയെ ഒരു കാര്യത്തിന് ചുമതലപ്പെടുത്തുകയും ഫകതമനാ മഖീതൻ ഫമാ ഫൗഖഹു, എന്നിട്ട് അവൻ ഒരു മുട്ടുസൂചിയോ അതല്ലെങ്കിൽ അതിനേക്കാളും ഒരല്പം മീതെയുള്ളതിനെ അവൻ മറച്ചു വെക്കുകയാണ്, ജനങ്ങളുടെ മുമ്പിൽ നിന്നും അതിനെ മറച്ചു വെക്കുകയാണെങ്കിൽ കാന ദാലിക ഗുലൂല, അത് വഞ്ചനയാണ്. വയഅതി ബിഹി യൗമൽ ഖിയാമ, നാളെ ഖിയാമത്ത് നാളിൽ ആ വഞ്ചിച്ചെടുത്ത മുതലുമായി കൊണ്ടായിരിക്കും അവൻ ഖിയാമത്ത് നാളിൽ കടന്നു വരിക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് അറിയിച്ചു നൽകി. മറ്റു അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, വമൻ യഗ്ലുൽ, ആരെങ്കിലും വഞ്ചിക്കുകയാണെങ്കിൽ, വഞ്ചിച്ചുകൊണ്ട് എന്തെങ്കിലും മുതലുകൾ സ്വീകരിക്കുകയാണെങ്കിൽ, യഅതി ബിമാ ഗല്ല യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ആ വഞ്ചിച്ചെടുത്ത മുതലുമായി കൊണ്ടായിരിക്കും അദ്ദേഹം നാളെ കടന്നു വരിക എന്ന്. ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് മുഫസ്സിരീങ്ങൾ ഒരു ഹദീസ് ഉദ്ധരിക്കാറുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ആരെങ്കിലും എന്തെങ്കിലും വഞ്ചിച്ചെടുക്കുകയാണെങ്കിൽ ആ വഞ്ചിച്ചെടുത്ത മുതൽ അവൻ്റെ പിരടിയിൽ മുതുകിലുണ്ടായിക്കൊണ്ടായിരിക്കും അവൻ ഖിയാമത്ത് നാളിൽ കടന്നു വരിക. ഒട്ടകത്തെയാണ് വഞ്ചിച്ചെടുത്തതെങ്കിൽ ഒട്ടകത്തെ കൊണ്ടായിരിക്കും അവൻ കടന്നു വരിക. പശുവിനെയാണെങ്കിൽ ആടിനെയാണെങ്കിൽ എന്താണോ വഞ്ചിച്ചെടുത്തത് ആ വഞ്ചിച്ചെടുത്ത മുതലുമായി കൊണ്ടായിരിക്കും ആ വ്യക്തി ഖിയാമത്ത് നാളിൽ കടന്നു വരിക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് അറിയിച്ചു നൽകി. സഹോദരങ്ങളെ, ആ കാലഘട്ടത്തിലുള്ള സ്വഹാബാക്കൾക്ക് മനസ്സിലാകുന്ന ഉപമയിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഹദീസ് വിശദീകരിച്ചതെങ്കിൽ ഈ വർത്തമാന കാലഘട്ടത്തിൽ ഈ ഹദീസിൻ്റെ പ്രസക്തി എത്ര ഗൗരവത്തിൽ നാം മനസ്സിലാക്കണം. എന്ത് നാം വഞ്ചിച്ചെടുത്താലും ആ വഞ്ചിച്ചെടുത്ത മുതലുമായി കൊണ്ടായിരിക്കും നാളെ ഖിയാമത്ത് നാളിൽ അള്ളാഹുവിൻ്റെ കോടതിയിലേക്ക് കടന്നു വരിക എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, അകാരണമായി കൊണ്ടൊന്നും വഞ്ചിച്ചെടുക്കുവാൻ പാടില്ല. ഹലാലായിട്ടുള്ളത് മാത്രമാണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സമ്പത്തിലും ഭക്ഷണത്തിലും ഉണ്ടാകേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞില്ലേ, ലാ യദ്ഖുലുൽ ജന്നത ജസദുൻ ഗുദിയ ബിൽ ഹറാം, ഹറാമിനാൽ പോഷിപ്പിക്കപ്പെട്ട, ഹറാമിനാൽ ഊട്ടപ്പെട്ട ഒരു ശരീരവും സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചു. അതുകൊണ്ട് സഹോദരങ്ങളെ, ഗൗരവമുള്ള വിഷയമാണ് പൊതുസ്വത്ത് എന്നുള്ളത്. അല്ല മദ്രസയുടെയോ പള്ളിയുടെയോ സ്ഥാപനങ്ങളുടെയോ സ്വത്തുക്കൾ സമ്പത്ത് നാം കൈകാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അത് കൃത്യമായ രൂപത്തിൽ അതിന് കണക്കുണ്ടായിരിക്കണം. അത് കൃത്യമായ രൂപത്തിലായിരിക്കണം നാം കൈകാര്യം ചെയ്യേണ്ടത് എന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഹലാലായിട്ടുള്ളത് മാത്രം സഹോദരങ്ങളെ നാം അധ്വാനിക്കുക, ഹലാലായിട്ടുള്ള സമ്പത്തുകൾ മാത്രം നാം സ്വീകരിക്കുക. രണ്ടാമത്തെ ഖുതുബയിൽ ഖതീബ് ഇവിടെ ഓർമ്മപ്പെടുത്തിയ ചില വചനങ്ങളുണ്ട്. ഹറാമായിട്ടുള്ളത് സ്വീകരിക്കുവാൻ നല്ല മതബോധമുള്ള ദീനുള്ള വ്യക്തികൾക്ക് മാത്രമേ ഹറാമായിട്ടുള്ള സമ്പത്ത് തൻ്റെ അക്കൗണ്ടിലേക്ക് സ്വീകരിക്കുവാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഹലാലായ സമ്പത്ത് സ്വീകരിക്കുന്നവർ അവരുടെ കൈകൾ പവിത്രമായിരിക്കും. അവരെക്കുറിച്ച് ജനങ്ങൾ അവരെ പ്രശംസിച്ച് സംസാരിക്കും. അതുപോലെ തന്നെ അവരുടെ അഭിമാനം അത് സുരക്ഷിതമായിരിക്കും. അവരുടെ സമ്പത്തിന് ബറക്കത്തുണ്ടായിരിക്കും. എന്നാൽ നിഷിദ്ധമായത് ഹറാമായ സമ്പത്താണ് ഒരു മനുഷ്യൻ സ്വീകരിക്കുന്നതെങ്കിലോ അവൻ്റെ സമ്പത്തിന് ബറക്കത്തുണ്ടാവുകയില്ല, അവൻ്റെ കൈകൾ പവിത്രമായിരിക്കുകയില്ല, അവൻ്റെ അഭിമാനം സംരക്ഷിക്കപ്പെടുകയില്ല എന്ന് ഖതീബ് ഇവിടെ നമ്മെ ഓർമ്മപ്പെടുത്തി. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബാക്കളും അവരുടെ സമ്പത്തിലേക്കും അവരുടെ ഭക്ഷണത്തിലേക്കും ഹലാലായിട്ടുള്ളത് മാത്രം കടന്നു വരാൻ അവർ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു എന്ന് ഹദീസുകളിൽ നിന്നും
ചരിത്രങ്ങളിൽ നിന്നും നമുക്ക് വായിച്ചെടുക്കുവാൻ സാധിക്കും. നമുക്കറിയാം, ബൈത്തുൽ മാലിലെ ഈത്തപ്പഴം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പേരക്കുട്ടി വായിലേക്ക് ഇട്ടപ്പോൾ അത് വായിലേക്ക് കൈയിട്ട് തുപ്പിച്ച ചരിത്രം നാം പഠിച്ചവരാണ്, മനസ്സിലാക്കിയവരാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബാക്കളിൽ അബൂ ദുജാന എന്നറിയപ്പെട്ടിരുന്ന ഒരു സ്വഹാബി ഉണ്ടായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ചര്യയായിരുന്നു സുബഹി നമസ്കാരത്തിന് ശേഷം സ്വഹാബാക്കൾക്ക് അവർ കണ്ട സ്വപ്നങ്ങളും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ട സ്വപ്നങ്ങളും എല്ലാം വിശദീകരിച്ച് നൽകുമായിരുന്നു. അങ്ങനെ സുബഹി നമസ്കാരത്തിന് ശേഷം നമസ്കാരാനന്തരം ഒരു സ്വഹാബി വേഗം തൻ്റെ വീട്ടിലേക്ക് എഴുന്നേറ്റ് പോകുന്നതായിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശ്രദ്ധയിൽ പെടുകയാണ്. ഇതൊരൽപ്പം ദിവസം ആവർത്തിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിനോട് ചോദിച്ചു, അബൂ ദുജാന, എന്തുകൊണ്ടാണ് താങ്കൾ നമസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ താങ്കളുടെ വീട്ടിലേക്ക് കടന്നു ചെല്ലുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആ സ്വഹാബി പറഞ്ഞു, റസൂലേ, എൻ്റെ തൊട്ട് സമീപത്തുള്ള ജൂതൻ്റെ പറമ്പിൽ നിന്നും രാവിലെ ആകുമ്പോഴേക്കും ഈത്തപ്പനയിൽ നിന്നും ഒരുപാട് ഈത്തപ്പഴം എൻ്റെ പറമ്പിലേക്ക് കൊഴിഞ്ഞു വീഴാറുണ്ട്. അതിൽ നിന്നും എൻ്റെ മക്കളെങ്ങാനും ഒരു ഈത്തപ്പഴം ഭക്ഷിക്കുമോ എന്ന് ഭയന്നുകൊണ്ടാണ് അല്ലാഹുവിൻ്റെ റസൂലെ ഞാൻ എത്രയും വേഗം നമസ്കാരത്തിന് ശേഷം എൻ്റെ വീട്ടിലേക്ക് ഓടുന്നത് എന്ന് മഹാനായ സ്വഹാബി പറയുമ്പോൾ, സഹോദരങ്ങളെ, എത്ര വലിയ സൂക്ഷ്മതയായിരുന്നു സ്വഹാബാക്കൾ ഹറാമായിട്ടുള്ള സമ്പത്ത് തങ്ങളുടെ സമ്പത്തിലേക്ക് കടന്നു വരുന്നതിൽ അവർ കണ്ടിരുന്നത്. ഈ ഒരു ചരിത്രത്തിൻ്റെ ബാക്കി നമുക്ക് വായിക്കുവാൻ സാധിക്കും. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഈ ഒരു സംഭവം അറിയുകയാണ്. തൻ്റെ സഹോദരൻ ഒരു പ്രയാസത്തിലാണ്, തൻ്റെ സഹോദരൻ ഒരു ബുദ്ധിമുട്ടിലാണ് എന്നറിഞ്ഞപ്പോൾ ആ ജൂതൻ്റെ കയ്യിൽ നിന്നും ആ ഈത്തപ്പന മരം വാങ്ങി അബൂ ദുജാന റളിയല്ലാഹു അൻഹുവിന് കൊടുക്കുകയും ഈ ഒരു മുസ്ലിമീങ്ങൾ തമ്മിലുള്ള സൗഹാർദ്ദം സാഹോദര്യം അറിഞ്ഞപ്പോൾ ആ ജൂതൻ ഇസ്ലാമിലേക്ക് കടന്നു വന്ന ചരിത്രം തുടർന്ന് നമുക്ക് വായിക്കുവാൻ സാധിക്കും. സഹോദരങ്ങളെ, ഇസ്ലാമിൻ്റെ എത്ര സൗന്ദര്യമാണ് പരിശുദ്ധമായ ഇസ്ലാമിനുള്ളത്. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം ഹലാലായിട്ടുള്ളത് മാത്രം നാം സമ്പാദിക്കുക, ഹലാലായിട്ടുള്ളത് മാത്രം നാം ഭക്ഷിക്കുകയും നമ്മുടെ വീട്ടുകാർക്ക് ഭക്ഷിക്കുവാൻ കൊടുക്കുകയും ചെയ്യുവാൻ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ത്വയ്യിബാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇന്നല്ലാഹ ത്വയ്യിബുൻ, അല്ലാഹു ത്വയ്യിബാണ്, ലാ യഖ്ബലു ഇല്ല ത്വയ്യിബ്. ത്വയ്യിബല്ലാത്തത്, വിശിഷ്ടമായതല്ലാത്തതൊന്നും അള്ളാഹു സ്വീകരിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ അറിയിച്ചു നൽകിയിട്ടുണ്ട്. സഹോദരങ്ങളെ, ഹലാലായിട്ടുള്ള സമ്പാദ്യം അത് സ്വീകരിക്കുക എന്നുള്ളത്, സമ്പാദിക്കുക എന്നുള്ളത്, ഹലാലായിട്ടുള്ളത് ഭക്ഷിക്കുക എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ പ്രാധാന്യത്തിലും പ്രതിഫലാർഹവുമായി പറഞ്ഞ കർമ്മമാണ് എന്ന് ഹദീസുകളിൽ നിന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ അക്കല ത്വയ്യിബൻ വഅമില ഫിസ്സുന്ന വഅമിന الناس ബവായിഖഹു ദഖലൽ ജന്ന. ആരെങ്കിലും ത്വയ്യിബായിട്ടുള്ളത്, ഹലാലായിട്ടുള്ള, വിശിഷ്ടമായിട്ടുള്ളത് ഭക്ഷിക്കുകയും സുന്നത്തനുസരിച്ചുകൊണ്ട് ജീവിക്കുകയും അവൻ്റെ ഷർറിൽ നിന്നും ജനങ്ങൾ നിർഭയരുമാണെങ്കിൽ ദഖലൽ ജന്ന, അവൻ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് അറിയിച്ചു നൽകി. മറ്റൊരു ഹദീസിൽ കാണാം, അള്ളാഹുവിൻ്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് നിഷിദ്ധമായ സമ്പാദ്യത്തിൽ നിന്നും ആരെങ്കിലും വിട്ടു നിൽക്കുന്നുവോ അവൻക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനേക്കാൾ നല്ലത് പകരമായി കൊണ്ട് നൽകുമെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. സഹോദരങ്ങളെ, ഈ ഒരു വർത്തമാന കാലഘട്ടത്തിൽ പല നിഷിദ്ധമായ സമ്പത്തുകളും നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരും. പലിശ എടുക്കേണ്ട സാഹചര്യം വരും, അതേപോലെ തന്നെ കൈക്കൂലി വാങ്ങേണ്ട സാഹചര്യം വരും. ഇത്തരത്തിലുള്ള സാഹചര്യം കടന്നു വരുമ്പോൾ സഹോദരങ്ങളെ, ഗൗരവത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചുന്ന അധ്യാപനങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, ഹലാൽ ഭക്ഷിക്കുകയും ഹറാം ഒഴിവാക്കുകയും എന്നുള്ളത് കേവലം ഒരു നന്മ മാത്രമല്ല, നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ചോദ്യം ചെയ്യുന്ന ഗൗരവമായിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് എന്ന് നാം മനസ്സിലാക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ലാ തസൂലു ഖദമ അബ്ദിൻ ഹത്താ യുസ്അല അൻഹു യൗമൽ ഖിയാമത്തി അൻ അർബഇൻ. 4 കാര്യങ്ങളെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടാതെ ഒരു മനുഷ്യൻക്കും അവൻ്റെ കാല് മുമ്പോട്ട് വെക്കുവാൻ സാധിക്കുകയില്ല.
എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അൻ ഉംരിഹി ഫീമാ അഫ്നാഹു, അവൻക്ക് നൽകിയ ആയുസിനെ എന്തിനു വേണ്ടി കൊണ്ട് ചെലവഴിച്ചു, വഅൻ ഇൽമിഹി ഫീമാ ഫഅല, അവൻക്ക് നൽകിയ അറിവിനെ എന്തിനു വേണ്ടി അവൻ വിനിയോഗിച്ചു, അതുപോലെ തന്നെ വഅൻ മാലിഹി മിൻ ഐന ഇക്തസബഹു വഫീമ അൻഫഖഹു, അവൻ സമ്പാദിച്ച സമ്പാദ്യം എവിടെ നിന്ന് സമ്പാദിച്ചു എന്നും എന്തിനു വേണ്ടി അവൻ അത് ചെലവഴിച്ചു എന്നും നാളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ചോദ്യം ചെയ്യുമെന്ന് അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നാലാമതായി കൊണ്ട് പറഞ്ഞു, വഅൻ ജിസ്മിഹി ഫീമ അബ്ലാഹു, അവൻക്ക് നൽകിയ ആരോഗ്യത്തെ എന്തിനു വേണ്ടിയിട്ടാണ് അവൻ ഉപയോഗിച്ചത് എന്നുള്ളതിനെക്കുറിച്ചും അള്ളാഹു നമ്മോട് ചോദ്യം ചെയ്യും. അതുകൊണ്ട് സഹോദരങ്ങളെ, വളരെ ഗൗരവമുള്ള വിഷയമാണ് ഹലാലായിട്ടുള്ള സമ്പാദ്യം എന്നുള്ളത്. അത് വളരെ ഗൗരവത്തിൽ തന്നെ നാം എടുക്കണം. പലപ്പോഴും ഉപജീവനത്തിൻ്റെ കാര്യം ആലോചിച്ചുകൊണ്ടാണ് ഹറാമായിട്ടുള്ള സമ്പാദ്യം ഇന്ന് ആളുകൾ സമ്പാദിച്ചു കൊണ്ടിരിക്കുന്നത്. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സ്വഹാബാക്കളെ അടുത്തേക്ക് വിളിച്ചു. എന്നിട്ട് സ്വഹാബാക്കളോട് പറഞ്ഞു, ഇത് ജിബ്രീലാണ്. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം എന്നോട് പറഞ്ഞു, അന്നഹു ലൻ തമൂത നഫ്സുൻ ഹത്താ തസ്തഖ്മില റിസ്ഖഹ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യൻക്ക് നിശ്ചയിച്ച ഉപജീവനം അത് പൂർത്തിയാകാതെ ഒരു മനുഷ്യനും മരണപ്പെടുകയില്ല. ഈ ഹദീസിനെ വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറഞ്ഞു, ഒരു മനുഷ്യൻക്ക് വേണ്ടി അവൻക്ക് വേണ്ടി അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള ഉപജീവനം അതൊരു പാറക്കുള്ളിലാണെങ്കിലും അതവൻ്റെ മുമ്പിലേക്ക് തന്നെ കടന്നു വരുമെന്ന്. തുടർന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വ ഇൻ അബ്തഅ അലൈഹ, റിസ്കിൽ ഉപജീവനത്തിൽ നിങ്ങൾക്ക് വല്ല സാവകാശവും അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ, ഉപജീവനം ഒരല്പം പതുക്കെയാകുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഫത്തഖുല്ലാഹ് വ അജ്മിലു ഫിത്വലബ്, അള്ളാഹുവിനെ സൂക്ഷിക്കണം. ഉപജീവനം ലഭിക്കുന്നില്ല എന്ന് വിചാരിച്ച് ഹറാമായിട്ടുള്ള ഉപജീവനങ്ങൾ നിങ്ങൾ സ്വീകരിക്കരുത്. നിങ്ങൾ ഏറ്റവും നല്ല രൂപത്തിൽ, ഹലാലായ രൂപത്തിലായിരിക്കണം നിങ്ങൾ ഉപജീവനം തേടേണ്ടത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചു. അതുകൊണ്ട് സഹോദരങ്ങളെ, ഹലാലായിട്ടുള്ളത് മാത്രം സമ്പാദിക്കുക. പൊതുമുതൽ മുസ്ലിമീങ്ങളുടെ പൊതു സ്വത്ത് കൈകാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അതങ്ങേയറ്റം ശ്രദ്ധയോടെയും ഗൗരവത്തോടെയും ആകണമെന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹലാലായിട്ടുള്ളത് സമ്പാദിക്കാനും ഹലാലായിട്ടുള്ളത് ഭക്ഷിക്കുവാനും ഹലാലായത് കുടുംബത്തിന് നൽകുവാനുമുള്ള തൗഫീഖ് നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്.